ഈ മൈലാഞ്ചിയിടൽ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാപരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും അതിനുള്ള താല്പര്യം അങ്ങോട്ട് കുറഞ്ഞു. അതിന് മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ മൈലാഞ്ചിയുടെ ആ ചോപ്പ് പോണ സമയത്ത് ഉണ്ടാകുന്നൊരു ഭംഗിക്കേടുണ്ടല്ലോ, അതാണെന്നാണ്. എന്തൊക്കെയായാലും എൻഗേജ്മെൻറ്റിന് മൈലാഞ്ചി ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇട്ട് തരാൻ മുബഷിറ എത്തി. ഓർഗാനിക് മൈലാഞ്ചി തന്നെ വാങ്ങണമെന്ന് പ്രത്യേകം മുബഷിറ പറഞ്ഞിരുന്നുവെങ്കിലും വാങ്ങി വന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. വേറെ ഒന്നുമല്ല, വാങ്ങിയത് ഓർഗാനിക് ആയിരുന്നില്ല. പിന്നെ വാങ്ങിയത് വെച്ച് തന്നെ അങ്ങോട്ട് ഇടാൻ തീരുമാനിച്ചു. ഡിസൈനൊക്കെ മുന്നിക്കൂട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ചില സഹോദരന്മാരുടെ നിർദ്ദേശപ്രകാരം അതൊക്കെ മാറ്റി വേറെ നോക്കേണ്ടി വന്നു. മൈലാഞ്ചിയുടെ സംബന്ധിച്ച് സുഖമായിരുന്നു. അച്ചപ്പം വായിൽ തരാൻ ഒരാൾ, ചായ തരാൻ ഒരാൾ. എന്തായാലും ലക്ഷറി ലൈഫ്. എത്ര ക്ഷമയും ശ്രദ്ധയും വേണ്ട ഒരു പരിപാടിയല്ലേ ഇത്. മൈലാഞ്ചിയുടെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. നിശ്ചയത്തിന് ചില പ്രത്യേക കാരണങ്ങളാൽ വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തലേ ദിവസം രാവിലെ അഭിരാമി എന്നെ കാണാൻ വീട്ടിൽ വന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായ മൊമെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർത്താനം പറഞ്ഞു, ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ശനിയാഴ്ചയുടെ തുടക്കം അങ്ങനെയായിരുന്നു.